കീരമ്പാറ കേരഗ്രാമം കാർഷിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. PICCS പദ്ധതിയുടെ ഇടവിള കൃഷിക്കായി നൽകിയ കൊക്കോ തൈകൾ വിതരണം ചെയ്തു. MLA ഷിബു തെക്കുംപുറം കൊക്കോ തൈ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കീരമ്പാറ കേരഗ്രാമം കാർഷിക സമിതി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. PICCS പദ്ധതിയുടെ ഇടവിള കൃഷിക്കായി നൽകിയ കൊക്കോ തൈ വിതരണവും നടത്തി. കോതമംഗലം MLA ഷിബു തെക്കുംപുറം കൊക്കോ തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. നല്ല ദിവസമാണ്. കാലവർഷം ശക്തമായ ഒരു ദിവസത്തിലാണ് നമ്മളിന്ന് പരിസ്ഥിതി ദിനം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ആഘോഷിക്കുന്നത്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ കേര കർഷക സമിതി നമ്മുടെ പഞ്ചായത്തിന്റെ വലിയ കർഷക പ്രസ്ഥാനം എല്ലാ തരത്തിലും കർഷകരോടൊപ്പം നിന്നുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് വലിയ പ്രയത്നം നടത്തുന്ന ഒരു കൂട്ടായ്മയും കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ നേതൃത്വമാണ് വഹിക്കുന്നത്. നമുക്കറിയാം, കർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും, പ്രത്യേകിച്ച് തൈകളുടെ വിതരണം, വളങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കാർഷിക ഉപകരണങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ടാണ് കേര കർഷക സമിതി കീരമ്പാറയ്ക്ക് അഭിമാനമായ നിലയിൽ പ്രവർത്തിക്കുന്നത്. കേരഗ്രാമം കാർഷിക സമിതി പ്രസിഡന്റ് ജിജി ഏളൂർ MLAയെ ആദരിച്ചു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി അങ്കണത്തിലായിരുന്നു പരിപാടികൾ. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി അധ്യക്ഷത വഹിച്ചു. പള്ളി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ബിനു കൊച്ചാടത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. AK കൊച്ചുകുറു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് C പുല്ലൻ, വാർഡ് മെമ്പർമാരായ MC അയ്യപ്പൻ, ഗോപി മുട്ടത്ത്, മേരി സണ്ണി, കൃഷി ഓഫീസർ ഷാനവാസ് AM, സൗമ്യ PI, കേരഗ്രാമം കൺവീനർമാരായ MM രവി, സജീവ് പാലപ്പിള്ളി, പോൾ വർഗീസ്, മാമച്ചൻ ജോസഫ്, കേര ബോർഡ് പ്രതിനിധി മുഹമ്മദ് മുസ്തഫ എന്നിവർ സംസാരിച്ചു. എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും മാലിന്യം വലിച്ചെറിയുന്ന ഒരു സംസ്കാരം ഇന്ന് മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്തില് കൃഷിഭവന്റെ എല്ലാം സഹകരണത്തോടുകൂടെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ കാർഷിക സമിതി കർഷകർക്ക് ഒട്ടേറെ കാര്യങ്ങൾ, അതായത് സബ്സിഡി റേറ്റിലൊക്കെ വളവും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളൊക്കെ ലഭ്യമാക്കുന്നത് കർഷകരിൽ ചേർത്ത് നിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കാർഷിക സമിതിയുടെ സംഘാടകരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കർഷകർ ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറെ ഇന്ന് കർഷകർ അനുഭവിക്കുന്നത് വന്യ ജീവി ആക്രമണവും അതുപോലെ തന്നെ കൃഷിയെല്ലാം നശിപ്പിച്ച കാര്യം നമുക്കറിയാം. കാട്ടാനയുണ്ട്, അതുപോലെ തന്നെ കാട്ടുപന്നിയുണ്ട്, അതുപോലെ കുരങ്ങ്. നമുക്കറിയാം, നാളികേരമൊന്നും നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്തുന്നതിന് നമുക്ക് കർഷകർക്ക് വേണ്ടി നിയമസഭയിൽ കർഷകരുടെ പ്രതിസന്ധികളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനും നിയമസഭയിൽ ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് നമുക്ക് കർഷകരെ ചേർക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് നമുക്കൊരു MLA ഉണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരം തന്നെയാണ്. കാഡ്ബറി ഏരിയ മാനേജർ ജയകുമാർ KS കൊക്കോ തൈ നടുന്നതിനെ കുറിച്ചുള്ള ക്ലാസ് നയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.